ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്ലാസ് റൂം ബേസ്ഡ് വീഡിയോ അല്ല, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അല്ല ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഞങ്ങളുടെ ഒരു പുതിയ ബുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ബുക്കല്ല, ബുക്കിൻ്റെ ബണ്ടിലുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് വീഡിയോസ് കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ഏത് ബുക്കാണ് നമുക്ക് റെഫർ ചെയ്യാൻ നല്ലത്, അല്ലെങ്കിൽ ഏത് ബുക്ക് നോക്കിയിട്ടാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പിലുള്ള ബുക്കുകൾ അവൈലബിൾ ആണ്. കേരള PSCയുടെ സിവിൽ എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ബുക്കുകൾ അവൈലബിൾ ആണ്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളോ അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വൈസിലുള്ള ഒരുപാട് ബുക്കുകളൊക്കെ അവൈലബിൾ ആണ്. എന്നാൽ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് ഒരു പോസ്റ്റൽ സ്റ്റഡി മെറ്റീരിയലാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ആ സ്റ്റഡി മെറ്റീരിയൽ മേടിക്കാം. കേരള PSCക്ക് വേണ്ടി മാത്രമായിട്ട് കോച്ചിങ്ങിന് പോകാൻ സാധിക്കാത്ത ആളുകൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. സാധാരണയായിട്ട് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ളത് എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്, ഒരു ടോപ്പിക്കിൽ എന്തൊക്കെയാണ് കവർ ചെയ്ത് പോകേണ്ടത് എന്നൊക്കെ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ അത് ഒക്കെ ഒന്ന് ഓർഡറിലാക്കി മാക്സിമം പോയിന്റുകൾ കവർ ചെയ്തുകൊണ്ട് ഇതുപോലത്തെ സ്റ്റഡി മെറ്റീരിയൽസ് ഞങ്ങൾ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റഡി മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്താണോ അത് കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റിനും കീഴിൽ ഓരോ ടോപ്പിക്കുകളിൽ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന കീ പോയിന്റുകൾ കൊടുത്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഒരു രീതിയിലാണ് ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഡിസ്ക്രിപ്റ്റീവ് അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കുന്ന ഒരാൾക്കും ഒരു ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുന്നത് പോലെയല്ല തോന്നുക. മറിച്ച് ഓരോ ടോപ്പിക്കിലും എന്താണോ ആവശ്യമായിട്ടുള്ള പോയിന്റുകൾ ഉള്ളത് ആ പോയിന്റുകൾ മാത്രം എടുത്ത് കൊടുത്തുകൊണ്ടുള്ള ബുക്ക്ലെറ്റ് ബണ്ടിലുകളാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് 3 ബണ്ടിലുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ITI ബണ്ടിലാണ്. ITI ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ITI പഠിച്ചു കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ 3rd ഗ്രേഡ് 2nd ഗ്രേഡ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു ബുക്ക് ബണ്ടിലാണ്. ITI ബണ്ടിൽ 7 ബുക്കുകളാണ് ഉണ്ടാവുക. രണ്ടാമത്തെ ബണ്ടിൽ എന്ന് പറയുന്നത് ഡിപ്ലോമ ബണ്ടിലാണ്. നമുക്കറിയാം ഫസ്റ്റ് ഗ്രേഡും 2nd ഗ്രേഡും 3rd ഗ്രേഡും എല്ലാം എഴുതാൻ പറ്റാവുന്ന രൂപത്തിലുള്ള ഒരു ബണ്ടിലാണ്. അതിൽ 8 ബുക്കുകൾ ഉണ്ടാവും. പിന്നെ മൂന്നാമതായിട്ടുള്ളത് AE ബണ്ടിലാണ്. AE ബണ്ടിൽ 11 ബുക്കുകൾ ഉണ്ടാവും. അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ലെവലിലുള്ള എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി പഠിക്കുന്ന ആളുകൾക്ക് AE ബണ്ടിൽ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ AE ബണ്ടിലാണ് ഇതിൽ പ്രീമിയം ആയിട്ടുള്ള ബണ്ടിലുള്ളത്. അതായത് അതിലാണ് മാക്സിമം ബുക്കുകളും മാക്സിമം പോയിന്റ്സും ഉള്ളത്. അപ്പോൾ നമുക്കറിയാം AE ബണ്ടിൽ മേടിക്കുന്ന ഒരാൾക്ക് ഡിപ്ലോമയുടെ എക്സാമും അതേപോലെ തന്നെ ITIയുടെ എക്സാം ഈ AE ബണ്ടിൽ തന്നെ ആ പോയിന്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ITI ബണ്ടിലാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള ബണ്ടിൽ. ഇനി ഓരോ ബണ്ടിലിനെ കുറിച്ച് പറയാം. നമ്മൾ ആദ്യം ITI ബണ്ടിലിന് ബേസ് ആയിട്ടുള്ള ബണ്ടിൽ ITI ബണ്ടിലാണ്. ITI ബണ്ടിൽ 7 ബുക്കുകളാണ് വരുന്നത്. ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് സർവേ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, പിന്നെ എസ്റ്റിമേഷൻ ആൻഡ് വാല്യുവേഷൻ, ഇറിഗേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് അതൊരു ബുക്കാണ്. അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും എസ്റ്റിമേഷനും ഒരു ബുക്കാണ്. പിന്നെ ബാക്കിയുള്ള മെക്കാനിക്സ്, RCC ഡിസൈൻ, സ്റ്റീൽ സ്ട്രക്ചർ, സാനിറ്ററി എഞ്ചിനീയറിംഗ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഇത് ITI ലെവലിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റുകളാണ് എന്ത് ചെയ്യുക ഇതിലുണ്ടാവുക. പിന്നെ അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ബുക്ക്ലെറ്റും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 7 ബുക്കുകളാണ് ITI ബണ്ടിലുള്ളത്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 7,000 ആണ്. 7,000 ഇപ്പോൾ ഓഫർ പ്രൈസിൽ 5,000 ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് വളരെ കുറച്ച് കോപ്പികൾക്ക് മാത്രമേ ഈ എമൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതിന് നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാം. ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ബുക്ക്ലെറ്റിൻ്റെ ബണ്ടിൽ ഷിപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഒന്നെങ്കിൽ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്കിത് ഓർഡർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ബണ്ടിൽ എന്ന് പറയുന്നത് ഡിപ്ലോമ ബണ്ടിലാണ്. ഡിപ്ലോമ ലെവലിൽ വരുന്ന എക്സാമുകൾ, ഓവർസിയർ ഗ്രേഡ് 1, 2, 3, അതേപോലെ തന്നെ ട്രേസർ, ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പോലെയുള്ള എക്സാമുകളെല്ലാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ നോട്ടുകൾ അതിൽ ഓരോന്നിലും എന്താണ് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആണ് ഡിപ്ലോമ ബണ്ടിൽ ഇറക്കിയിട്ടുള്ളത്. ഇതിൽ വരുന്ന ബുക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് ബിൽഡിംഗ് മെറ്റീരിയൽ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് സർവേ, നേരത്തെ പറഞ്ഞ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, എസ്റ്റിമേഷൻ ആൻഡ് വാല്യുവേഷൻ, ഫ്ലൂയിഡ് മെക്കാനിക്സ്, വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ് അതൊരു ബുക്കാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് വരുന്ന ഒരു ബുക്കാണ് ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ബുക്ക്. പിന്നെ ഇറിഗേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്സ്, RCC ഡിസൈൻ, സ്റ്റീൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഗ്രേഡ് മുതൽ 3rd ഗ്രേഡ് വരെയുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ബണ്ടിലാണ് ഡിപ്ലോമ ബണ്ടിൽ എന്നുള്ളത്. ഇതിൽ നേരത്തെ ഇപ്പോൾ ITI ബണ്ടിൽ കാണുന്ന ചില ബുക്കുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാം. പക്ഷേ ITI ബണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പോയിന്റ്സ് എന്തിലുണ്ടാവും, ഡിപ്ലോമ ബണ്ടിൽ ഉണ്ടാവും. ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും എന്താണ് ഏകദേശം സെയിം ആണ്. മറിച്ച് ബാക്കിയുള്ള ടോപ്പിക്കുകളൊക്കെ എടുത്താൽ കുറച്ചും കൂടെ എന്താണ് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ബാക്കിയുള്ള ബുക്ക്ലെറ്റുകൾ ഇറക്കിയിട്ടുള്ളത്. ഇതിൽ 8 ബുക്കുകൾ ഉണ്ടാവും. ഒരു ബുക്ക് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ
ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു ബുക്ക്ലെറ്റ് ആണ്. ഇതിൽ മൊത്തം 8 ബുക്കുകളാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 8,000 ആണ്. ഇപ്പോൾ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് 6,000-ന് ഇപ്പോൾ ഇത് കിട്ടും. ആവശ്യമുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ച് പ്രീ ഓർഡർ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് AE ബണ്ടിലാണ്. കേരള PSCയുടെ സിവിൽ എഞ്ചിനീയറിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ടാണ് AE ബണ്ടിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഈ ബണ്ടിലിൽ മൊത്തം 11 ബുക്കുകളാണ് ഉണ്ടാവുക. ഇതിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എഞ്ചിനീയറിംഗ് സർവേ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, എസ്റ്റിമേഷൻ ആൻഡ് വാല്യുവേഷൻ, പിന്നെ മറ്റേലില്ലാത്ത വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ബുക്ക്, ഹൈഡ്രോളജി ആൻഡ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, അനാലിസിസ്, RC ഡിസൈൻ ആൻഡ് സ്റ്റീൽ സ്ട്രക്ചർ, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക്ലെറ്റും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് ഇങ്ങനെ 11 ബുക്കുകളാണ് മൊത്തം ഇതിനുള്ളത്. AE ബണ്ടിൽ കൂടുതൽ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. മറ്റ് ബണ്ടിലുകളെക്കാൾ കൂടുതൽ പോയിന്റുകൾ AE ബണ്ടിലാണ് ഉണ്ടാവുക. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 10,000 ആണ്. ലിമിറ്റഡ് കോപ്പീസ് 8,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ AEയുടെ ബണ്ടിൽ ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. AEയുടെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് AEയുടെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് ഭാഗങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എമൗണ്ട് ആദ്യം പേ ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ ബുക്ക്ലെറ്റ് ഷിപ്പ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചുകൊണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ചുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ അറിയാവുന്നതാണ്.